ഹായ് ഹലോ മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഒരു ഫാമേഴ്സ് മാർക്കറ്റിലാണ്. ഈ കാണുന്ന എല്ലാ പച്ചക്കറികളും കാനഡയിൽ തന്നെ കൃഷി ചെയ്തതാണ്. ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ലൊക്കാലിറ്റിയിലുള്ള കർഷകരാണ് ഈ ഒരു മാർക്കറ്റിലോട്ട് പച്ചക്കറികൾ എത്തിക്കുന്നത്. പച്ചക്കറികൾ മാത്രമല്ല, ഫ്രഷ് ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് സമ്മർ ടൈമിൽ നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഇതുപോലുള്ള ഫാമേഴ്സ് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവരുടെ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് വിൽക്കുന്ന പച്ചക്കറികളാണ്. ചില ഫാമേഴ്സ് മാർക്കറ്റിൽ നമുക്ക് അവരുടെ കൃഷിത്തോട്ടത്തിൽ നേരിട്ട് പോയി നമുക്കിഷ്ടമുള്ള പച്ചക്കറി നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് പറിച്ചെടുക്കാം. പക്ഷേ ചിലയിടങ്ങളിൽ ഇവരുടെ ഫാമേഴ്സ് മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെ കൃഷിയിടങ്ങൾ കാണും. പക്ഷെ ആ കൃഷിയിടത്തിലോട്ട് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം നാടൻ പച്ചക്കറികളാണ്. നാടൻ പച്ചക്കറികളായതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ എല്ലാം റീസണബിൾ പ്രൈസിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ പോകുന്നത്. ഇത് ഞങ്ങൾ ഇത്രയും നാൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു. കാനഡയിൽ വന്നിട്ട് ഗ്രോസറി ഷോപ്പിൽ പോകുമ്പോൾ ചില ഗ്രോസറി ഷോപ്പിൽ എരിവുള്ള പച്ചമുളക് കിട്ടും, ചില ഷോപ്പുകളിൽ എരിവുള്ള പച്ചമുളക് കാണാറില്ല. ഈ ഒരു മാർക്കറ്റിൽ എരിവുള്ള മുളക് കണ്ടു എന്ന് മാത്രമല്ല, എരിവുള്ള മുളകിൻ്റെ പല വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ പോകാറുള്ള ഗ്രോസറി ഷോപ്പുകളിൽ കാണുന്നതിനേക്കാൾ വെറൈറ്റി പച്ചക്കറികൾ ഈ ഒരു മാർക്കറ്റിലുണ്ടായിരുന്നു. ഈ ഒരു വെജിറ്റബിൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇറ്റാലിയൻ കുക്കുംബറാണ്. പിന്നെ ഇത് കണ്ടോ, ചെറിയ തക്കാളി, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഉരുണ്ട തക്കാളി, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടാതെ നാടൻ മുട്ടയും തേനും പിന്നെ മധുരപലഹാരങ്ങളൊക്കെ ഇവരിവിടെ വിൽക്കാറുണ്ട്. മധുരപലഹാരങ്ങളെല്ലാം ഫ്രഷാണ്, ഹോം മെയ്ഡാണ്. അപ്പം ഞങ്ങൾ കുറച്ച് കുക്കീസും ആപ്പിൾ പൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.